ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസിൻ്റെ കപ്പ് തയ്ച്ചെടുക്കുന്നതാണ്. അതായത് നമുക്ക് ബ്ലൗസിൻ്റെ കപ്പിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതായത് ചിലർക്ക് നല്ല പോയിൻ്റോടുകൂടി കപ്പ് കിട്ടേണ്ടി വരും, എന്നാൽ ചില കസ്റ്റമേഴ്സിന് നമുക്ക് എന്ത് വേണ്ടില്ല, കൂടുതലായിട്ട് പോയിൻ്റോടുകൂടി കപ്പ് നിൽക്കേണ്ടി വരില്ല. അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയാണ് ഈ ഒരു കപ്പ് ബ്ലൗസിൻ്റെ കപ്പ് തയ്ച്ചെടുക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അതായത് നമ്മുടെ ടെക്കില്ലേ, നമ്മുടെ എല്ലാ ഡാർട്സുകളും നമ്മൾ സാധാരണ ഇതുപോലെ മാർക്ക് ചെയ്യും. എന്നാൽ മാർക്കുകളുടെ അകലം കൂട്ടിക്കൊടുത്ത് സ്റ്റിച്ച് ചെയ്താലും നമുക്ക് കപ്പ് പതിഞ്ഞു നിൽക്കേണ്ട കപ്പ് നമുക്ക് പോയിൻ്റോടുകൂടി തന്നെ വരും. പക്ഷേ നമുക്ക് ഈ ഒരു കറക്റ്റ് മാർക്കിൽ തന്നെ നമുക്ക് ആ ഒരു കപ്പ് എങ്ങനെയാണ് പോയിൻ്റോടുകൂടിയും അതുപോലെ തന്നെ പോയിൻ്റ് കുറച്ചും നമുക്ക് എങ്ങനെയാണ് ഇതേ മാർക്കിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ കാണിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ടക്കുകളൊക്കെ 3 ടക്ക് ആണുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ 3 ടക്ക് മാർക്ക് ചെയ്തിട്ട് ലൈനിങ് ബ്ലൗസാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ രണ്ടാമത്തെ ഭാഗത്ത്, നമ്മൾ ആദ്യത്തെ സൈഡിലാണ് നമുക്ക് ഈ ഒരു മാർക്കിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡിൽ നമുക്ക് മാർക്കിംഗ് വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു പിന്ന് കൊണ്ട്, നമ്മളൊരു മുട്ടുസൂചിയോ അല്ലെങ്കിൽ നമ്മുടെ മഫ്ത പിന്നൊക്കെ ഉപയോഗിച്ച് സൂചി കൊണ്ടൊക്കെ നമ്മൾക്ക് ഇതുപോലെ നമ്മുടെ ആ ഒരു പോയിന്റിൽ കറക്റ്റായിട്ട് ഇതുപോലെ കുത്തി കൊടുത്താൽ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തും കറക്റ്റ് മാർക്കിംഗ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കപ്പുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലങ്ങളൊന്നും വ്യത്യാസം വരാതെ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് 3 ടക്കും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് പോയിന്റിൽ തന്നെ നമ്മുടെ ആ ഒരു മാർക്കിംഗ് കിട്ടും, യാതൊരു വ്യത്യാസവും വരില്ല. ഇനി നമുക്ക് ആദ്യത്തെ ഭാഗത്ത് നമുക്ക് ടക്ക് തയ്ച്ചിട്ടുണ്ട്, ഈ രീതിയിൽ ടക്കിൻ്റെ മാർക്കിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതേ രീതിയിൽ തന്നെ നമ്മുടെ ഇവിടെയും മാർക്കിംഗ് കൊടുക്കുന്നു. ഈ ഒരു മാർക്കിംഗ് നിങ്ങൾക്ക് ആ ഒരു തയ്ക്കുന്ന വ്യത്യാസം കാണിച്ചു തരുവാൻ വേണ്ടിയാണ് ഇതുപോലെ മാർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് മാത്രമേ നമ്മുടെ ഇതുപോലെ ടെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തു കേട്ടോ. ആ ഒരു നമ്മുടെ മാർക്കിംഗ് നമ്മുടെ ടെക്കിൻ്റെ വിഡ്ത്തിനനുസരിച്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ടെക്ക് തയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ടെക്ക് തയ്ക്കാൻ വേണ്ടി നമ്മളിവിടെ ഈ ഒരു സെൻറ്റർ ഭാഗം കണ്ടോ, ആ ഒരു സെൻറ്റർ ഭാഗം കറക്റ്റ് മടക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ രീതിയിലാണ് നമുക്ക് നമ്മുടെ ടെക്കിൻ്റെ മാർക്ക് വരുന്നത്. അതായത് ഇവിടെ നിന്ന് നേരെ ഇതുപോലെ കണ്ടോ, ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. ഇവിടെ നിന്ന് കറക്റ്റ് നമുക്കിതുപോലെ തയ്ച്ചെടുക്കുക. തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മളൊരു കാര്യം കൂടി പറഞ്ഞു തരാം. ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് നൂല് വിട്ടിട്ട് മാത്രമേ നമ്മളത് കട്ട് ചെയ്ത് മാറ്റാവൂ കേട്ടോ ഇവിടെ. കാരണം ഇവിടെ നമ്മൾ ഒരിക്കലും കെട്ടിയടിക്കാൻ പാടില്ല. അതായത് നമുക്കിവിടെ മുന്നോട്ടും പിന്നോട്ടും ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ലേ, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. എന്നാൽ ഇവിടെ ചെയ്യാം. ഇവിടെ നമുക്ക് ആ ഒരു പോയിന്റ് വരുന്ന ഭാഗത്ത് ഒരിക്കലും കെട്ടിയടിക്കാൻ പാടില്ല. ഇതുപോലെ ഒരു 1/2 ഇഞ്ച് നൂല് എക്സ്ട്രാ പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മളിവിടെ ഒന്നാമത്തെ ടെക്ക് തയ്ച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്ക്, നമ്മുടെ സെൻട്രൽ ഡാർട്സ്. അപ്പോൾ സെൻട്രൽ ഡാർട്സ് നമ്മൾ ഇവിടെ നിന്ന് തയ്ച്ചെടുക്കുന്നു. ഇവിടെ നമുക്കൊരു പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് സ്റ്റിച്ചിങ് തുടങ്ങി ഇവിടെ ആ ഒരു മാർക്കിലേക്ക് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ അതേ രീതിയിലാണ് നമ്മുടെ എക്സ്ട്രാ നൂല് നമ്മളവിടെ വെച്ച് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ മൂന്നാമത്തെ ടെക്ക് കണ്ടോ, ഈ ഒരു ടെക്ക് തയ്ക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇവിടെ കണ്ടോ, ഈ ഒരു ടെക്ക് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ ഈ ഒരു മാർക്കിൽ നിന്ന് കറക്റ്റ് മടക്കി എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമുക്കൊരു 1/4 ഇഞ്ച് വീതിയിലാണ് നമ്മളിവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. എന്നാൽ നമ്മൾ ചിലപ്പോൾ തയ്ക്കുന്ന സമയത്ത് നമ്മളിവിടെ ഈ ഒരു ടെക്കിൻ്റെ ഭാഗം നമുക്കിവിടെ ഏറിയും കുറഞ്ഞും വരും കണ്ടോ ഇതുപോലെ. അതായത് ഒന്നിക്കിൽ മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടേക്കോ കണ്ടോ, ഇതുപോലെയൊക്കെ വരും. ഇങ്ങനെയൊന്നും വന്ന് ഒരിക്കലും തയ്ച്ചെടുക്കാൻ പാടില്ല. കാരണം അങ്ങനെ തയ്ച്ചെടുത്താൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് നമ്മുടെ ആ ഒരു റൗണ്ട് വരുന്ന ഭാഗമില്ലേ, നമ്മുടെ ആം ഹോളിൻ്റെ കട്ടിങ്ങിൻ്റെ ഈ ഒരു റൗണ്ട് വരുന്ന ഭാഗമില്ലേ, ആ ഒരു ഭാഗത്ത് കറക്റ്റ് ഇതുപോലെ പിടിച്ചാൽ നമുക്കിവിടെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമുക്കിവിടെ നിന്ന് കറക്റ്റ് തയ്ച്ചെടുക്കാൻ പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മളിവിടെ മൂന്നാമത്തെ ടെക്ക് നമ്മളിവിടെ തയ്ച്ചു കേട്ടോ. അപ്പോൾ 3 ടെക്കും നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ആം ഹോളിൻ്റെ ഭാഗം നോക്കാം കേട്ടോ. നമുക്കവിടെ കട്ട് ചെയ്ത് മാറ്റാനൊന്നുമില്ല. കറക്റ്റ് നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കിവിടെ ആം ഹോളിൻ്റെ റൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ആ ഒരു ടെക്കിൻ്റെ ആ ഒരു പോയിന്റ് വരുന്ന ഭാഗമില്ലേ, അവിടെയൊക്കെ നല്ലവണ്ണം ഒന്ന്
നഖം വലിച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല പോയിന്റോട് കൂടിയുള്ള കപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്ക് തയ്ക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ആദ്യത്തെ ടെക്ക് നമുക്ക് നല്ല പോയിന്റോട് കൂടി കിട്ടുന്ന കപ്പാണ്. എന്നാൽ നമുക്ക് പോയിന്റ് കുറച്ച് അല്പം പതിഞ്ഞു വരുന്ന രീതിയിൽ ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ നമുക്ക് ആ ഒരു മാർക്കിംഗ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് മാർക്കിംഗ് വരുന്നത്. ആദ്യത്തെ ടെക്ക് നമ്മൾ ഈ ഒരു മാർക്കിന് കറക്റ്റായിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. എന്നാൽ രണ്ടാമത്തെ ടെക്ക് തയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അല്പം ഒന്ന് ഷേപ്പ് മാറ്റി നമ്മൾ ഇവിടെ നിന്ന് ഇതിലേക്ക് പതിച്ചടിക്കുക കേട്ടോ. ഈ ഒരു സൈഡിൽ കൂടി ഇതുപോലെ നേരെ അതായത് നേരെ കുത്തനെ വന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാതെ, സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാതെ ഇവിടെ നിന്ന് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. ഇവിടെ നിന്ന് നേരെ വരാതെ ഒരു ചെറിയൊരു ഷേപ്പോട് കൂടിയിട്ടാണ് നമുക്കത് ഉൾവശത്തേക്ക് കണ്ടോ ഇതുപോലെ ഷേപ്പോട് കൂടി നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്ക്, നമ്മുടെ ആദ്യത്തെ ടെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്ക് നമ്മുടെ മാർക്കിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ടെക്കും നമുക്ക് തയ്ച്ചെടുക്കാം. നമുക്കിതൊക്കെ കറക്റ്റ് നമ്മുടെ ആ ഒരു പോയിന്റ് മാർക്കിങ്ങുള്ള ആ ഒരു മാർക്കിങ്ങിൽ തന്നെ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പോയിന്റ് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം കേട്ടോ. അപ്പം നമ്മൾ ഒരു ടെക്കിനും നമ്മൾ എന്ത് ചെയ്തില്ല, ടെക്ക് തീരുന്ന സ്ഥലത്ത് നമ്മൾ കെട്ടിയടിച്ച് കൊടുത്തിട്ടില്ല, നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം നമുക്കിവിടെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മളിവിടെ 3 ടെക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കപ്പിൽ നിന്നും രണ്ടാമത്തെ കപ്പിലേക്കുള്ള വ്യത്യാസം കണ്ടു. അതായത് ആദ്യത്തെ കപ്പ് നമുക്ക് നല്ല പോയിന്റോട് കൂടി കൂർത്തു നിൽക്കുന്ന രീതിയിലുള്ള കപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. എന്നാൽ നമുക്ക് അല്പം പതിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് വരിക കണ്ടോ, ഈ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു കറക്റ്റ് പോയിന്റുകളൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടും എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന ചെറിയൊരു ആ ഒരു ഷേപ്പിൽ വരുന്ന വ്യത്യാസം കൊണ്ട് തന്നെ നമുക്ക് കപ്പിനെ 2 രീതിയിലേക്ക് നമുക്ക് ഇതുപോലെ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് കപ്പ് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കപ്പിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.